നമസ്കാരം. അമേരിക്ക വെനസ്വേലയെ ആക്രമിക്കും എന്ന് ഏതാണ്ട് ഒരു മാസം മുമ്പെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു. അമേരിക്കയും വെനസ്വേലയുമായി ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. വെനസ്വേലയുടെ ബോട്ടുകളും കപ്പലുകളുമെല്ലാം നടുക്കടലിൽ വെച്ച് അമേരിക്ക തകർക്കുന്നു. ഇങ്ങനെയുള്ള പല സംഘർഷങ്ങൾ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നു. അവിടുത്തെ വെനസ്വേലൻ ഭരണകൂടം ആ ഭരണകൂടത്തോട് മാറണം എന്ന് ആവശ്യപ്പെടുന്നു. മാറിയില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു. എന്തായാലും അമേരിക്ക ഇന്ന് അവരുടെ പ്രാദേശിക സമയം ഏതാണ്ട് പുലർച്ചെ 1:30 വെനസ്വേലയിൽ കനത്ത ആക്രമണം നടക്കുന്നു. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കസിൽ ഉൾപ്പെടെ 7ഓളം വെനസ്വേലൻ നഗരങ്ങളിലാണ് കനത്ത ആക്രമണം, വ്യോമാക്രമണം അമേരിക്ക അഴിച്ചുവിട്ടത്. വ്യോമാക്രമണം മാത്രമല്ല, അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ കടന്നുകയറിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കാരണം വെനസ്വേലൻ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഭാര്യയെയും ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്നു അമേരിക്കൻ സൈന്യം. അവരെ അവിടെ നിന്നും പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കടത്തി എന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം ട്രംപ് വാർത്താ സമ്മേളനം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ വെനസ്വേലൻ ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ട്രംപ് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. വ്യോമാക്രമണം നടത്തി തിരികെ പോരുക മാത്രമല്ല, അവിടെ സൈന്യത്തെ ഇറക്കി അവിടുത്തെ ഭരണാധികാരിയെ പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വെനസ്വേല ആരോപിക്കുന്നത് ഇത് തീർത്തും വളരെ വ്യക്തമായ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളാണ്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ, അതായത് തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്, തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം വെനസ്വേലയിലെ എണ്ണയും ധാതു നിക്ഷേപങ്ങളുമൊക്കെയാണ് എന്നാണ്. അതായത് ലോകത്തിൻ്റെ എണ്ണപ്പാടം എന്നാണ് വെനസ്വേല അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. അതുകൊണ്ട് തന്നെ വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം ആദ്യം മുതൽ തന്നെ അത് ഖനനം ചെയ്യാനും അത് പുറത്തെടുക്കാനുമുള്ള സഹായം ആദ്യം നൽകിയത് അമേരിക്കയാണ്. അമേരിക്കയും വെനസ്വേലയും ചേർന്നാണ് എണ്ണ ഖനനമൊക്കെ ആരംഭിച്ചത്. പിന്നീട് അമേരിക്കയിൽ നിന്നും വെനസ്വേല തെറ്റിപ്പിരിയുകയായിരുന്നു. അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശത്രു രാജ്യങ്ങളൊക്കെയായി മാറുന്നത്. ഇപ്പോൾ അമേരിക്ക വെനസ്വേലയുടെ എണ്ണയും അതുപോലെ തന്നെ അവിടെയുള്ള അപൂർവ ധാതുക്കളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് വെനസ്വേല ആരോപിക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് അമേരിക്കയിലേക്ക് അനധികൃതമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വേല. അതോടൊപ്പം തന്നെ അവർ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളിലേക്ക് ലഹരി കടത്തുകാരെ അല്ലെങ്കിൽ ലഹരി കടത്തുന്നു. അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനവും വെനസ്വേലൻ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു. അത് ഞങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യം പരിശോധിച്ചാൽ വെനസ്വേല അമേരിക്കയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് വ്യക്തമാകും. കാരണം വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ രാജ്യം വളർച്ചയുടെ പാതയിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. വെനസ്വേല ഇപ്പോഴും ഒരു പിന്നോക്ക രാജ്യമാണ്. അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു സംഘർഷത്തിൽ വെനസ്വേലയ്ക്ക് യാതൊരു പ്രതീക്ഷയും അർപ്പിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, വെനസ്വേലൻ സൈന്യത്തിൻ്റെയൊക്കെ ഒരു സഹായം, അതുപോലെ തന്നെ വെനസ്വേലയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ ഒരു സഹായം, അതൊന്നുമില്ലാതെ അമേരിക്കയ്ക്ക് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോകാനൊന്നും കഴിയില്ല. വെനസ്വേലയിൽ അവിടുത്തെ സൈന്യത്തിൻ്റെയോ വിമതരുടെയോ ഒക്കെ സഹായത്താൽ ആകണം അമേരിക്ക ഇങ്ങനെ ചെയ്തത് എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. എന്തായാലും അമേരിക്ക സൈനിക ബലത്തിൽ, സൈന്യ ശക്തിയിൽ ലോകത്തിൽ തന്നെ ഒന്നാമത്തെ രാജ്യമാണ്. പക്ഷേ ലോകത്തിൽ 50ാം സ്ഥാനത്തുള്ള സൈനിക ശക്തി മാത്രമാണ് വെനസ്വേല. പ്രതിരോധ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ $895 ബില്യൺ അമേരിക്കൻ പ്രതിരോധ ബഡ്ജറ്റ്. പക്ഷേ വെനസ്വേലയുടേത് $2 ബില്യൺ മാത്രമാണ്. അമേരിക്കയുടെ ആക്റ്റീവ് പേഴ്സണൽ, അതായത് സൈന്യത്തിൻ്റെ എണ്ണം 13 ലക്ഷം പേരാണ്. 13 ലക്ഷം പേരടങ്ങുന്ന സൈന്യമാണ്, കരസേനയാണ് അവർക്കുള്ളത്. 1 ലക്ഷം പേർ മാത്രമാണ് വെനസ്വേലൻ സൈന്യത്തിനുള്ളത്. അമേരിക്കയുടെ റിസർവ്ഡ് സൈന്യം എന്ന് പറയുന്നത് 8 ലക്ഷം പേരാണ്. പക്ഷേ വെനസ്വേലയ്ക്ക് വെറും 8000 മാത്രമാണ് റിസർവ്ഡ് സൈന്യം. കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ ആയിരക്കണക്കിന് ഉണ്ട്. അമേരിക്കയ്ക്ക് 2000-ലധികം യുദ്ധവിമാനങ്ങളുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം അത് 229 മാത്രമാണ്. വാർഷിപ്പുകൾ, യുദ്ധവിമാനങ്ങൾ 500-ലധികം യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. 34 എണ്ണം മാത്രമാണ് വെനസ്വേലയ്ക്കുള്ളത്. അതും ചെറിയ ചെറിയ ബോട്ടുകളും മറ്റ് പെട്രോളിംഗ് ബോട്ടുകളും ഒക്കെ മാത്രമാണ്. വെനസ്വേലയ്ക്ക് ഒരു നാവിക ശേഷി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആംഡ് വെഹിക്കിൾ, അതായത് ടാങ്കുകളും മറ്റും 45,000-ലധികമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വെനസ്വേലയ്ക്ക് അത് 9,000 മാത്രമേ
ഉള്ളൂ. സൈനിക ശക്തി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഒന്നുമല്ല വെനസ്വേല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മറ്റ് ഇടപെടലുകളൊന്നുമില്ല എങ്കിൽ അമേരിക്ക വിചാരിക്കുന്നത് വെനസ്വേലയിൽ നടപ്പിലാകും എന്ന് തന്നെ പറയേണ്ടി വരും. റഷ്യയുടെയും ചൈനയുടെയും എതിർപ്പുണ്ട്. കാരണം ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന രാജ്യം കൂടിയാണ് വെനസ്വേല. അതുകൊണ്ട് തന്നെ ഇത്രയധികം എണ്ണ നിക്ഷേപം ഉണ്ടായിട്ടും രാജ്യത്തിന് എന്തുകൊണ്ടാണ് പുരോഗമിക്കാൻ കഴിയാത്തത്, രാജ്യത്തിന് നല്ലൊരു സൈനിക ശക്തി എന്തുകൊണ്ടില്ല എന്ന ചോദ്യങ്ങളൊക്കെ വെനസ്വേലയിലെ ജനങ്ങളും ഉയർത്തുന്നുണ്ട്. എന്തായാലും അമേരിക്ക വലിയ ഇടപെടൽ തന്നെ വെനസ്വേലയിൽ നടത്തിയിരിക്കുകയാണ്. ആ ലക്ഷ്യം പ്രധാനമായും സാക്ഷാത്കരിക്കപ്പെടാനാണ് നിലവിലെ സാധ്യത സൂചന നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.